എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ് കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് എന്നത് അടിപൊളി ഒരു ചായന്ന് തുടങ്ങി കേട്ടോ. അതിനുശേഷം ഇന്നത്തെ കാപ്പി ദോശയും ചമ്മന്തിക്കറിയാണ് കേട്ടോ. വേഗം തന്നെ കഴിച്ചായിരുന്നു, കാരണം ഇന്ന് നമുക്ക് നേരത്തെ പോകണം കേട്ടോ. മുന്നേറ്റ് ഈ ഒരു ഉറങ്ങി എണീച്ചിരിക്കുന്ന ഫേസ് ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ലിപ്സ്റ്റിക്കും ഐലൈനറും പിന്നെ കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീമും എല്ലാം ഇട്ട് കൊടുക്കാട്ടോ. ഇതൊന്നും ഓർഡറിലല്ല, ബട്ട് എനിക്ക് ഒട്ടും തന്നെ ടൈമില്ല കേട്ടോ. കുറച്ചൊന്ന് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ വേഗം തന്നെ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, ഇന്ന് എൻ്റെ ഫസ്റ്റ് ജോബിന് ഞാൻ പോവാം കേട്ടോ. അപ്പം ഞാൻ റെഡി ആയി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ പോവാണ്. ലേറ്റ് ആവുന്ന കേട്ടോ കരുതിയത്, ബട്ട് കറക്റ്റ് ടൈമിൽ എത്തി സൈൻ ചെയ്ത് കയറിയായിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് കേട്ടോ. ഇതാണ് ജസീന. അപ്പോൾ ആളെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്. അതിനുശേഷം പിന്നെ എൻ്റെ ലഞ്ച് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഞാൻ വന്നതിൻ്റെ ട്രീറ്റ് ആണെന്നൊക്കെ ഇവിടെ പറയാം കേട്ടോ. ബട്ട് അങ്ങനെയല്ല, ഇവിടെ എല്ലാവർക്കും മേടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കണം. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. ഞാനും ജസി സ്കൂൾ ടൈം മുതൽ ഫ്രണ്ട്സ് ആട്ടോ. പിന്നെ കല്യാണമൊക്കെ ഉറപ്പിച്ചപ്പോൾ എൻ്റെ ഇക്കാടെ കസിനും കൂടെയാണെന്ന് അറിഞ്ഞത് കേട്ടോ. പിന്നെ തലേന്ന് വിളിച്ചിട്ടാണ് ഈ ഒരു ജോബിന്റെ കാര്യം പറഞ്ഞതും. അങ്ങനെ പിറ്റേന്ന് തന്നെ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ നേരെ പോയത് എൻ്റെ സിസ്റ്റർ വർക്ക് ചെയ്യുന്നിടത്ത് കേട്ടോ. ആളെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഉച്ച മുതലേ ആൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ. പോയപ്പോൾ നല്ല ടെൻഷൻ ആയിരുന്നു കേട്ടോ, ബട്ട് ഓക്കെ ആയിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ.